ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കണേ. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ നന്ദുവിനെയും അനിയെയും ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആദർശ് എടുത്തുകൊടുത്ത പുതിയ വീട്ടിലാണ് നന്ദുവും അനിയും ഗോവിന്ദനും ഒക്കെ ഉള്ളത്. അപ്പൊ അവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി അനിയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് ആദർശ്. അതുകൊണ്ടാണ് ആദർശ് അങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ അനി അങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ അനി അങ്ങോട്ടേക്ക് വരുന്നു. അനി അങ്ങോട്ടേക്ക് വരുമ്പോൾ ഗോവിന്ദൻ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാൻ വേണ്ടി തുടങ്ങുന്നു, കടയിലേക്കൊക്കെ പോകാൻ വേണ്ടി തുടങ്ങുന്നു. ആ ഒരു സമയത്താണ് വരുന്നത്. ആ ഒരു സമയത്ത് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഗോവിന്ദന് അനിയെ നന്ദുവിന്റെ കൂടെ അവിടെ നിർത്താൻ താല്പര്യമില്ല, വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇനിയിപ്പൊ ഇത് അനാമിക അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്നോർത്തിട്ട് നമ്മുടെ അനിയോട് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അനിക്ക് കാര്യം മനസ്സിലായി. അപ്പൊ അനി പറഞ്ഞു, വേറൊന്നും അല്ല അങ്കിൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി, ഞാനിപ്പോ ഇവിടെ നിൽക്കാൻ പാടില്ലല്ലേ എന്നിങ്ങനെ പറയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ നന്ദു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സീനാണ് നമ്മൾ ഇന്നലെ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. അങ്ങനെ നമ്മുടെ നന്ദു അനിയോട് പറയാ, അച്ഛൻ അങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്കൊന്നും തോന്നാൻ പാടില്ല. നീ ഇപ്പം വിവാഹിതനാണ്, നീ ഒരു വിവാഹം കഴിച്ച നിന്റെ ഭാര്യ പറയുന്നത് കേട്ട ആണ് നീ ജീവിക്കേണ്ടത്. പക്ഷെ നീ ഇപ്പം ജീവിക്കുന്നത് അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം, ഒരിക്കലും നീ ഇനി എന്നെ പണ്ട് കണ്ട ആ ഒരു രീതിയിൽ കാണരുത് അനി. നിന്റെ നല്ലൊരു ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിന്റെ നല്ലൊരു ഫ്രണ്ട് ആകാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം അങ്ങനെ നല്ലൊരു ഫ്രണ്ട് ആയിട്ടുണ്ടെങ്കിൽ അനാമിക അതിന് സമ്മതിക്കില്ല. ഓരോ പ്രശ്നങ്ങൾ വെറുതെ എന്തിനാ ഞാനായിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ ഏടത്തിമാർക്കും സമാധാനം കൊടുക്കുക എന്ന് മാത്രമേ ഇനിയിപ്പോ എനിക്കുള്ളൂ. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും ഗോവിന്ദൻ പറഞ്ഞു, അല്ല നന്ദുമോനെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അച്ഛൻ പറഞ്ഞ് എനിക്ക് എന്താണെന്ന് മനസ്സിലായി. ഏതായാലും അച്ഛൻ പോവല്ലേ, അച്ഛന്റെ കൂടെ അനിയും പൊക്കോ എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ നന്ദൂരെ തന്നെ നോക്കി കുറച്ചു നേരം നിന്നിട്ട് അനി അങ്ങ് പോവുകയാണ് കേട്ടോ. ബുള്ളറ്റ് എടുത്തോണ്ട് അങ്ങ് പോകുന്നു. പിന്നെ വന്ന കാര്യങ്ങളൊക്കെ പറയുന്നു, അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നു, വിശേഷമൊക്കെ തിരക്കിയിട്ട് അങ്ങ് പോവുകയാണ്. അപ്പൊ പുറകെ നമ്മുടെ ഗോവിന്ദനും പോയി. നന്ദു ആണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. നന്ദുവിന് എന്ത് ചെയ്യാൻ പറ്റും? നന്ദുവിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാലും വല്ലാത്തൊരു പരിതാപകരമാണ്. കാരണം നന്ദുവിനും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പം നന്ദു അനിയുടെ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമികയ്ക്ക് ഇഷ്ടപ്പെടില്ല. വീണ്ടും അവിടെ കിടന്ന് അടിബഹളം വഴക്കൊക്കെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് നന്ദുവും ഒന്ന് അകന്നു മാറി നിൽക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഡോക്ടർമാര് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡോക്ടർ ഇറങ്ങി വരികയാണ്. മെയിൻ ഡോക്ടർ ഇറങ്ങി വന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ അനി ചെന്നു കേട്ടോ. അനി ഹോസ്പിറ്റലിൽ ചെന്നു. അനിയുണ്ട്, ആദർശുണ്ട്, ജയനുണ്ട്, അനിയുടെ അച്ഛനുണ്ട്. അപ്പൊ ഇവരുടെ അടുത്തേക്ക് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അതെ ഓപ്പറേഷൻ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഒന്നും പേടിക്കാനില്ല. തന്റെ അമ്മയെ ഞങ്ങൾ പൂർണ്ണമായിട്ടും ആ ഒരു പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പം ഒരു 1-2 ദിവസവും കൂടെ ICUയിൽ കിടക്കേണ്ട വരും. അത് കഴിഞ്ഞ് റൂം എടുത്ത് നിങ്ങൾക്ക് മാറാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇത് കേട്ടത് ഭയങ്കര സന്തോഷമായി. ഡോക്ടറിന്റെ മുമ്പിൽ കൈകൂപ്പിയിട്ട് ആദർശ് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് പ്രാർത്ഥന ഉണ്ടായിരുന്നു ഡോക്ടറെ. ഏതായാലും ഞങ്ങളുടെ അമ്മേനെ തിരിച്ചു തന്നല്ലോ, എൻ്റെ അമ്മേനെ തിരിച്ചു തന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. നിങ്ങളെയൊക്കെ ഞങ്ങൾ ദൈവത്തിന്റെ സ്ഥാനത്താ കാണുന്നതെന്ന് പറഞ്ഞപ്പം, അതെ എന്നെ നിങ്ങൾ ദൈവത്തിന്റെ സ്ഥാനത്തൊന്നും കണ്ടിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, അത്രമാത്രം. പിന്നെ വേറൊരാളെ നിങ്ങൾ ദൈവത്തിന്റെ സ്ഥാനത്ത് കാണണം. നിങ്ങളുടെ സ്വന്തം ഭാര്യ ഈ സ്ത്രീക്ക് കരള് കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, കൊടുക്കാൻ താല്പര്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നെ അവസ്ഥ? ആ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരുപാട് കടപ്പെടേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട്. ഭാര്യയായിട്ട് മാത്രമല്ല, നിങ്ങളെ സഹായിച്ച നിങ്ങളുടെ ദൈവമായിട്ട് തന്നെ നിങ്ങൾ ഭാര്യനെ കാണണം. പക്ഷെ എനിക്ക് അറിയാട്ടോ കാര്യങ്ങളൊക്കെ. ദേവയാനി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകുന്നൊന്നും നിങ്ങൾക്കറിയില്ല. അതിന്റെ ഒരു ചെറിയ പേടിയുണ്ട്. അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും തന്നെ അറിയാം. ഏതായാലും ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറണം. തന്റെ ജീവൻ നൽകിയത് താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അമ്മായിയമ്മയാണ് എന്ന് അറിയുമ്പോൾ ഏതായാലും ദേവയാനിക്ക് മാറ്റം ഉണ്ടാകാതിരിക്കത്തില്ല. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകും. ആ മാറ്റത്തിൽ നിന്ന് മരുമകളെ ദേവയാനി സ്നേഹിച്ചു തുടങ്ങും. എല്ലാ പ്രശ്നങ്ങളും മാറും. അതിനുവേണ്ടി ഇനി നിങ്ങൾ പരിശ്രമിക്കുക, അതിനുവേണ്ടി നിങ്ങൾ നോക്കുക. അല്ലാതെ ഇത് മറച്ചു വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. ഇനിയിപ്പം ഈ ഒരു അവസ്ഥയിൽ പറയണ്ട, റിക്കവറായി വീട്ടിലെത്തുന്നതിന് മുമ്പ് പറഞ്ഞാൽ മതി. പിന്നെ നയനിയുടെ കണ്ടീഷൻസ് ഒക്കെ ഓക്കെയാണ്, എങ്കിലും കെയറിങ് അത് അത്യാവശ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോയിട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ ജയനാണെങ്കിൽ എത്ര കടപ്പെട്ടിരിക്കുന്നു നമ്മൾ നയനയോട്. നയനെ അവൾ എന്ത് ഇതായിട്ടാണ് കാണുന്നത്. നയനെ അവൾ വലിയൊരു ശത്രുവായിട്ട് കണ്ടിട്ടു. നയനമോള് നല്ലൊരു കാര്യമല്ലേ ചെയ്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനിയും പറയാണ്, നയനേടത്തിനെ പോലെ നയനേടത്തി മാത്രമേ ഉള്ളൂ, നയനേടത്തിനെ പോലെ വേറെ ആരും ഇല്ല. വേറെ ആരെങ്കിലും ഇതിനൊക്കെ തയ്യാറാകും
ഉണ്ടാകുമോ? അതുകൊണ്ടാ ഞാൻ നയനയുടെ കുടുംബത്തിനെയും ചേർത്ത് പിടിക്കുന്നത്. പക്ഷെ അതൊക്കെ വേറെ തരത്തിൽ കാണുന്നവരാ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, അനി നീ പറഞ്ഞ ഒരു കാര്യം തെറ്റാണ് കേട്ടോ. നീ നയനയെ കൂടെ കുടുംബത്തെ ചേർത്ത് പിടിക്കണം. പക്ഷെ നീ നിന്റെ ജീവിതം മറക്കാൻ പാടില്ല. നിന്റെ ജീവിതം മറന്നു പോകുന്നു നീ ഇടയ്ക്ക്. അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഏതായാലും ഒരു ജീവിതം നിനക്ക് കിട്ടി. ആ ജീവിതം എങ്ങനെയെങ്കിലും നീ മുന്നോട്ടേക്ക് തള്ളി നീക്കാൻ നോക്കുക. പക്ഷെ അതിന് പറ്റിയില്ല എങ്കിൽ അത് ഒത്തിരി മുന്നോട്ടേക്ക് കൊണ്ടുപോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ആദർശം പറയാണ്. ഏതായാലും ഞാൻ നയനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ, അവളെ എനിക്കൊന്ന് കാണണം, അവളോട് ഈ ഒരു സന്തോഷ വാർത്ത പറയണമല്ലോ എന്ന് പറഞ്ഞ് അങ്ങ് പോയി കേട്ടോ. അനി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അനിയോട് ജയൻ പറയുന്നുണ്ട്, വീടിന്റെ കാര്യമൊക്കെ നീ ശരിയാക്കിയില്ലോ അല്ലേ എന്ന് പറയുമ്പോൾ, വീടിന്റെ കാര്യമൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അച്ഛാ, അവര് സാധനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പം എഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഏതായാലും ആദർശ് മോനെ ഇതെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ തോന്നിയല്ലോ. കാരണം ഇതെങ്കിലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണോ? നമ്മളൊക്കെ മനുഷ്യരാകുവോ? അത്രയ്ക്കും ഒരു ജീവൻ അവൾ തിരിച്ചു തന്നിട്ട് അവളുടെ വീട്ടുകാർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇതൊക്കെയല്ലേ. അതുമല്ല പിന്നെ നയനിക്ക് വേണ്ടി നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള വീട് വേണം. കാരണം വേറൊന്നുമല്ല, അവളുടെ അവസ്ഥ ഇപ്പം എത്ര രോഗിക്ക് എത്ര രീതിയിൽ കെയറിങ് കൊടുക്കണോ അത്ര രീതിയിൽ തന്നെയാണ് ഇപ്പം അവക്കും കെയറിങ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറയാണ്. ഇതിനുശേഷം നമ്മുടെ നയനയുടെ അടുത്ത് കനകദുർഗ ഇരുന്ന് സംസാരിക്കുന്ന കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ കനകദുർഗ ഇരുന്ന് സംസാരിക്കുന്ന കാണിക്കുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ ഗോവിന്ദനും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അത് ആണ് പിന്നെ കാണിക്കുന്നത്. ഗോവിന്ദൻ വരുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അവരുടെ സംസാരം, ആണുങ്ങളുടെ ഒക്കെ സംസാരം കഴിഞ്ഞിട്ട് ഗോവിന്ദൻ വരുന്നു. ഗോവിന്ദൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ കനകദുർഗയോട് പറയാണ്. അല്ല, നയനമോൾ ഇതുവരെ വന്നില്ലേ, നയനമോളെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ഗോവിന്ദനോട് പറയാതിരിക്കണമല്ലോ ഈ കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കനകദുർഗ എല്ലാം ഒളിപ്പിച്ച് വെക്കുകയാണ്. കനകദുർഗ പറയുകയാണ്, അവളിപ്പോ വരും, അവള് വരാതിരിക്കില്ല, അവള് വീട്ടിലാണ്, അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാണ്. അല്ല, ഇവിടുത്തെ ദേവയാനി ചേച്ചിയുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പം ഏതായാലും എല്ലാം സക്സസ് ആയല്ലോ, ദൈവത്തിന്റെ കാരുണ്യം അത് തന്നെയാ എല്ലാത്തിനും. ഇത് ഞാനും പ്രാർത്ഥിച്ചായിരുന്നു കനകദുർഗയെ. പിന്നെ വീടിന്റെ കാര്യങ്ങളൊക്കെ അവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുക. ആദർശമോൻ തന്നെ വീടിന്റെ കാര്യങ്ങൾ, സാധനങ്ങളെല്ലാം ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇപ്പം വീടിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. വേണ്ട, നയനമോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവുന്ന എനിക്കറിയില്ലാത്തത്. അപ്പൊ നയനമോൾ വീടിന്റെ കാര്യം ഇതുവരെ അറിഞ്ഞില്ലേ, അതെന്താ അവളോട് പറയാത്തത്? അവള് ഹോസ്പിറ്റലിൽ വന്നിട്ട് പറയാന്നും പറഞ്ഞായിരിക്കുന്നത്. ഗോവിന്ദേട്ടൻ ഒരു കാര്യം ചെയ്യും, ഒത്തിരി നേരം ഇവിടെ നിൽക്കണ്ട, ഇനി ഏതായാലും ഗോവിന്ദേട്ടൻ പൊക്കോ, വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ, നയനമോൾ വരുമ്പോൾ ഞാൻ നയനമോളെയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നോളാന്ന് പറഞ്ഞു ഗോവിന്ദനെ അവിടുന്ന് നൈസായിട്ട് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ ഗോവിന്ദൻ സത്യങ്ങളൊക്കെ ഉടനെ തന്നെ അറിയും, സത്യങ്ങൾ അറിയാതിരിക്കില്ല, അങ്ങോട്ടേക്ക് തന്നെയല്ലേ കൊണ്ടുപോകേണ്ടത്. അപ്പം നമ്മുടെ കനകദുർഗയും ചിന്തിക്കുക, ഇത് ഗോവിന്ദേട്ടനോട് പറയായിരുന്നുവെങ്കിൽ പ്രശ്നം ഇല്ലായിരുന്നുവല്ലോ, കാരണം ഗോവിന്ദേട്ടൻ ഇത് അറിയണമല്ലോ. ഏതായാലും നയനമോളെ കൊണ്ടുചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ പറയണം, ഇല്ലെങ്കിൽ അതൊരു വലിയ ഷോക്കായി പോകും. പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുചെല്ലുമ്പോഴേ വലിയൊരു ഷോക്കായിട്ട് പോകുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണ് നമ്മുടെ നയനയെ കാണാൻ വേണ്ടി കയറുന്നത് കനകദുർഗ. അങ്ങനെ നയനയെ കാണാൻ വേണ്ടി കനകദുർഗ കയറിട്ടോ. കനകദുർഗ കയറിയിട്ട് ഓപ്പറേഷത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ ഓപ്പറേഷൻ ഇങ്ങനെ കഴിഞ്ഞെന്നും ഓപ്പറേഷൻ നല്ല സക്സസ് ആയെന്നും ഏതായാലും പ്രാർത്ഥനയൊക്കെ ദൈവം കേട്ടു എന്നും പറയുന്നു. ഇത് കേട്ടിട്ട് ഒത്തിരി സന്തോഷമാവുകയാണ്. എന്നിട്ട് വേറൊരു കാര്യം കൂടെ നയനയോട് പറയാ, നയനമോളെ ഇനി നമ്മുടെ പഴയ നന്ദാവനത്തിലേക്കല്ല പോകുന്നതെന്ന്. പെട്ടെന്ന് നയനി ചോദിച്ചു, അതെന്താ അമ്മേ അങ്ങനെ പറയുന്നത്? അത് പിന്നെ ആദർശ് മോന് ഒരു വീട് നമുക്ക് വേണ്ടി മേടിച്ചു, ആ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ അമ്മ ഈ പറയുന്നത്? നന്ദാവനം വിട്ടു പോകുക എന്ന് പറയുമ്പം അച്ഛനത് സഹിക്കാവുന്ന കാര്യമാണോ? അതും ആദർശേട്ടൻ ഒരു വീട് മേടിച്ചു തരിക എന്ന് പറയുമ്പം അതിന്റെ ഒന്നും കാര്യമില്ലായിരുന്നു. ഇതിപ്പം എന്തോ പ്രത്യുപകാരം ചെയ്യുന്നത് പോലെ. അതൊന്നും മോള് കാര്യമാക്കണ്ട, ഞങ്ങളും ആവുന്ന തരത്തിൽ ആദർശനോട് പറഞ്ഞു നോക്കിയതാ, പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല. അവൻ മാത്രമല്ല, അവന്റെ അച്ഛനും അനിയും എല്ലാവരും കൂടെ ചേർന്നെടുത്ത തീരുമാനമായത്. ഇനി സാരമില്ല, പോട്ടെ. അതുമല്ല മോളെ, നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതുവരെ ദേവയാനി അറിഞ്ഞിട്ടില്ല. അങ്ങനെ ദേവയാനി അറിയുന്ന ഒരു ദിവസത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ഈ കാത്തിരിക്കുന്നത്. അങ്ങനെ ദേവയാനി അറിയുന്ന ഒരു ദിവസം മോളെ കൊണ്ടുപോകാൻ വേണ്ടി വരും. അന്ന് ആദർശ് മോൻ താമസിക്കുന്ന വീട്ടിലായിരിക്കണം അങ്ങോട്ടേക്ക് അവര് വരേണ്ടത്. അതുമല്ല, പിന്നെ ഇവർക്കൊക്കെ ഒരു ചെറിയ കുറച്ചിൽ കാണുമല്ലോ. ഇനി മോൾ അവിടെ കിടക്കുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഇവർക്ക് അങ്ങോട്ടേക്കൊക്കെ വരണമെങ്കിൽ തന്നെ, ആദർശ് മോന് വന്ന് 1-2 ദിവസം നിൽക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം സൗകര്യമുള്ള വീട് നമുക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാനും ഓർത്തു, ഇവർക്കും അതൊരു നാണക്കേടാവില്ലല്ലോ, ഇവർക്കും പരിചയപ്പെടുത്താനുള്ളതാണല്ലോ. നമ്മുടെ ആദർശ് മോന്റെ മരുമകളല്ല, ഭാര്യയാണ്, ഭാര്യയുടെ വീടാണെന്നൊക്കെ പരിചയപ്പെടുത്തേണ്ടതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കും ഒരു കുറച്ചിൽ വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാ പിന്നെ ഞങ്ങളും നിർബന്ധിച്ചങ്ങ് പറയാത്തത് വേണ്ട എന്നൊക്കെ ഇങ്ങനെ കനകദുർഗ പറയാണ്. അപ്പൊ നമ്മുടെ ആദർശ് കയറി വരുന്നു.
ആദർശ് കയറി വരുന്നത് കനകദുർഗ അങ്ങ് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പം ആദർശിനോട് ചോദിക്കുക, എന്താ ആദർശ് ചേട്ടാ ഈ കാണിച്ചത്? വീടിന്റെ കാര്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്തിനാ ഒരു വീട്? അതിന്റെ ഒന്നും കാര്യമില്ലായിരുന്നു. ഇതിപ്പം ഞാൻ കരള് തന്നത് കൊണ്ട് എന്ത് പ്രത്യുപകാരം ചെയ്തതുപോലെ ആയി പോയില്ലേ എന്ന് പറയുമ്പോൾ, നയനെ നീ അങ്ങനെ ഒരിക്കലും പറയരുത്. ഇത് പ്രത്യുപകാരം ചെയ്തൊന്നുമല്ല. നിനക്ക് ഇപ്പം ആരോഗ്യം പഴയ പോലെ ഒന്നുമല്ല. നിനക്ക് എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു വീട് വേണം. അതുകൊണ്ടാ ഞാൻ ആ വീട് മേടിച്ചത്. ആ വീട് നിന്റെ അച്ഛന്റെ അമ്മയുടെയും പേരിലാണ് മേടിച്ചത്. പിന്നെ നിന്റെ വീട്ടിൽ കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ തീർത്തോളാം എന്ന് പറയുമ്പോൾ, ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ ആദർശേട്ടാ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ, ഇതിന് ഞാനാണോ നന്ദി പറയേണ്ടത്? എന്റെ പൊന്ന് നയനെ, നീ ചെയ്ത ഉപകാരത്തിൽ നിന്നും ഒരു അംശം പോലും ഞാൻ ചെയ്തതിന് പ്രസക്തിയില്ല. കാരണം നീ ഒരു ജീവനാ രക്ഷിച്ചത്. പൈസയും വീടും സ്ഥലവും പണസൗകര്യങ്ങളും ഒക്കെ എപ്പോഴും വരുകയും പോകുകയൊക്കെ ചെയ്യാം. പക്ഷെ ആരോഗ്യം നിലനിർത്താന്ന് പറഞ്ഞാലും ഒരു ജീവൻ രക്ഷിക്കാന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അത് പ്രത്യേക സാഹചര്യങ്ങള് ദൈവം ചിലർക്ക് കൊടുക്കുന്ന അനുഗ്രഹം. അങ്ങനെ ഒരു അനുഗ്രഹമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. നിന്റെ നല്ല മനസ്സാന്ന് പറഞ്ഞപ്പം, അല്ല ആദർശേട്ടാ, എന്റെ മനസ്സ് നല്ലതൊക്കെ തന്നെയാ, അറിയാലോ. കല്യാണി എന്റെ കൂട്ടുകാരിയാണല്ലോ. കല്യാണിയുടെ മനസ്സ് എങ്ങനെയാ? അവൾ എല്ലാവരെയും സഹായിക്കുന്ന കൂട്ടത്തില. അവള് ശത്രുക്കളെ പോലും അവള് വേദനിപ്പിക്കാറില്ല, സഹായിക്കുകയേ ചെയ്യാറുള്ളൂ. സത്യത്തില് അവളുടെ കൂടെ നടന്ന ഞാൻ ഇതൊക്കെ പഠിച്ചത്. ഞാനും അതുപോലെ തന്നെയാ. ഞാനിപ്പം അമ്മയല്ലെങ്കിലും മറ്റൊരാളാണെങ്കിലും ഞാൻ സഹായിച്ചേനെ. നമ്മുടെ ജീവൻ പോയാലും ഒരു ജീവൻ നിലനിർത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ പുണ്യം എനിക്ക് തന്നെ കിട്ടില്ലേ? എന്റെ വീട്ടുകാർക്ക് കിട്ടില്ലേ? പിന്നെ എന്റെ ആദർശേട്ടന് കിട്ടില്ലേ? പിന്നെ എന്തിനാ ആദർശേട്ടാ? അതും ആദർശേട്ടനെ അമ്മേനെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ കടമ ആദർശേട്ടാ. ആദർശേട്ടൻ അതൊരിക്കലും ഒരു ഇതായിട്ട് കാണരുത്. ഞാൻ തന്ന ദാനമോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലും കാണരുത്. അല്ല നയനെ, ഇത് അമ്മ അറിയണം എന്ന് തന്നെയാ ഡോക്ടർ പറയുന്നത്. ഒരിക്കലും ഇതിപ്പോ അമ്മ അറിയാൻ പാടില്ല ആദർശേട്ടാ. ഇപ്പൊ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇത് താങ്ങാൻ കഴിയില്ല. ഞാൻ എപ്പോഴും 100 പ്രാവശ്യം ഞാൻ പറയുന്നതല്ലേ, ഇത് പറയരുത്. ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ നന്ദാവനത്തിലാണെന്ന് പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അനാമികയൊക്കെ അറിയുന്നത് ആദർശിന്റെ വീട്ടുകാർക്ക് വീട് മേടിച്ചു കൊടുത്ത കാര്യം. അയ്യോ, പിന്നെ പറയാനുണ്ടോ? അനാമിക വേണു അവന്ന് കാര്യം പറയുന്നത്. നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ അനാമിക? അവിടെ ഉണ്ടല്ലോ വലിയൊരു കൊട്ടാരോ പണിത് കൊടുത്തേക്കുന്നത്. അവക്ക് വേണ്ടി, ആ നയനയ്ക്ക് വേണ്ടി ഒരു വലിയൊരു വീടാ മേടിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമികയ്ക്ക് അങ്ങ് ഷോക്കായി പോയി. രേവതി ചോദിച്ചു, എന്തിനാ അവർക്ക് വീട്? എന്തിനാ വീടെന്ന് ആർക്കറിയാം? എന്താ കാണിക്കുന്നതെന്ന് ആർക്കറിയാം? അവള് മയക്കെടുത്ത് വെച്ചേക്കും അല്ലേ? ആദർശിന്റെ അച്ഛനും കൂടിയാ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നാ പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറഞ്ഞു, ഇത് വല്യമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. വല്യമ്മ ഇത് അറിയട്ടെ. വല്യമ്മ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് അടിച്ചിറക്കി വിടും വല്യമ്മ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറയുന്നുണ്ട്, നീ ഇവിടെ നിന്നോ. ഞാൻ പറഞ്ഞതാ എങ്ങനെയെങ്കിലും അനന്തപുരി തറവാട്ടിലേക്ക് പോകണമെന്ന്. ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അവള് കണ്ടോ ഓരോന്ന് തട്ടിയെടുക്കാൻ തുടങ്ങി. ഇനി മോള് ഒട്ടും താമസിപ്പിക്കാതെ അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലണം. ഏതായാലും ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഉടനെ ഇനി അനന്തപുരി തറവാട്ടിലേക്ക് നിന്റെ അമ്മായിയമ്മ വരും. അല്ല, നിന്റെ അമ്മായിയമ്മയല്ല, നിന്റെ വല്യമ്മ വരും. നിന്റെ വല്യമ്മ വന്നു കഴിയുമ്പോൾ നീ അവിടെ കാണണം. നീ ഇനിയും നയനയെ കുറിച്ച് വിഷം കുത്തി വെക്കണം. അപ്പൊ അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയാണ്. അനാമിക ഇങ്ങനെ ആലോചിച്ചോണ്ടൊക്കെ നിൽക്കാണ് കേട്ടോ. അനാമികയ്ക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണം വേണം, സ്വത്ത് വേണം, കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ കഷ്ടപ്പെടാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. അപ്പം ഇതൊക്കെ കോർത്തിനൊക്കെയാണ് ഇന്നത്തെ വിശേഷം വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഈ രീതിയിൽ തന്നെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് എപ്പിസോഡ് എന്നും ഉച്ചയ്ക്ക് 12:30 നമ്മുടെ റിയൽ സ്റ്റോറി എന്ന പുതിയ ചാനലിൽ ഇടുന്നുണ്ട്. പുതിയ ചാനലല്ല, അതിൽ നമ്മൾ ഗൗതമിന്റെയും നന്ദയുടെയും കഥ 2-3 മാസമായിട്ട് ചെയ്തു വരുന്ന ഒരു ചാനലാണ്. അപ്പം നിങ്ങൾ ഇതുവരെ ആ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിന്റെ പേര് റിയൽ സ്റ്റോറി എന്നാണ്. അപ്പൊ കണ്ടിട്ടില്ലാത്തവര് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. റിയൽ സ്റ്റോറി, നമ്മുടെ കഥയുടെ പേരും നയനയുടെയും ആദർശിന്റെ കഥയുടെ പേരും അടിച്ചാൽ മതി ഈ റിയൽ സ്റ്റോറിയുടെ കൂട്ടത്തില്. അപ്പൊ നമ്മുടെ കഥ അപ്കമിങ് എപ്പിസോഡ് വരുന്നതായിരിക്കും. നമ്മൾ എന്നും 12:30 ആകുമ്പോൾ അപ്കമിങ് എപ്പിസോഡ്, അതായത് ഇന്നോ നാളെയോ നടക്കാൻ പോകുന്ന സംഭവങ്ങളല്ല, ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഇടുന്നുണ്ട് എല്ലാ ദിവസവും 12:30 ആകുമ്പോൾ. അപ്പൊ മറക്കാതെ എല്ലാവരും ഒന്ന് കയറി നോക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.